എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കഥായാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. മൂന്നാറിലാണുള്ളത്. പിള്ളേർക്കൊക്കെ പരീക്ഷാ ചൂടാണ്. ഈ ചൂടിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പരീക്ഷാ മരമെങ്ങും മൂന്നാറിൽ അങ്ങിങ്ങായി കാണാം. മൂന്നാർ ഗ്യാപ്പ് റോഡിലെ കാഴ്ചകളാണ്. ടൈറ്റിലിൽ കാണിച്ചതുപോലെ മൂന്നാറിൽ എവിടെയാണ് പാടമുള്ളത്? തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ മൂന്നാർ കാഴ്ചകൾ ഏവർക്കും പരിചിതം. KSRTCയുടെ ഡബിൾ ഡക്കറാണ്. കരിഞ്ഞ പുകയാണ് തുപ്പുന്നത്. ദാ ആ കാണുന്ന താഴ്വാരം വരെ നമുക്കൊന്ന് പോയി വരാം. പുലർവേളയിൽ അരിച്ചിറങ്ങുന്ന സൂര്യവെളിച്ചം തപ്പിയും തടഞ്ഞും ഏലത്തോട്ടങ്ങൾക്കുള്ളിലൂടെ കൊച്ചു വെളുപ്പാൻ കാലത്തെ തണുപ്പിലിഴുകിച്ചേർന്ന് യാത്ര തുടരുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടം. ബൈസൺ വാലിയിൽ ഏലത്തോട്ടമുള്ളൊരു കർഷക കുടുംബത്തിലാണ് ഇന്നത്തെ സ്റ്റോറി എത്തി നിൽക്കുന്നത്. എൻ്റെ പേര് അതില രവി. ഞാൻ 10th പഠിക്കുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള മുട്ടുകാട് എന്ന സ്ഥലത്താണ്. ഈ കാണുന്ന മുട്ടുകാട് പാടമാണ്. ഇതിൽ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ ജൂലൈ ജൂൺ ആ മാസത്തിൽ ഇവിടെ പിന്നെയും നെല്ല് നടും. പിന്നെ ഇവിടെ കഴിഞ്ഞ വർഷം തൊട്ട് സൂര്യകാന്തി പാടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഈ വർഷവും ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോഡിനിരുവശവും വെള്ളപ്പൂക്കൾ നിറഞ്ഞ കുറ്റിച്ചെടികൾ. മുട്ടുകാട് പാടത്തിന് സമീപം താമസിക്കുന്ന രവിച്ചേട്ടനും കുടുംബവുമാണ് സ്റ്റോറി ലൈനിലെ ഇന്നത്തെ വീട്ടുകാർ. എൻ്റെ അച്ഛൻ്റെ പേര് രവി എന്നാണ്, അമ്മയുടെ പേര് ബിന്ദു എന്നാണ്. ഇവർ രണ്ടുപേരും ഏലകൃഷിക്കാരാണ്. ഇവിടെ കൂടുതലും ഏലമാണ് കൃഷിയുള്ളത്. അവർ രണ്ടും ഏലകൃഷി തന്നെയാണ് ചെയ്യുന്നത്. ഏലകൃഷി ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ചങ്ങോട്ട് പോയാലൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലുള്ള ബൈസൺ വാലിയിലൊക്കെ ഉണ്ട്. ഇപ്പം വിളവിൻ്റെ സമയമല്ല, ഒരു ജൂൺ ജൂലൈ ഒരു മഴക്കാലത്തിൻ്റെ ടൈമിലാണ് ഇവിടെ വിളവെടുക്കുന്നത്.
വീട്ടുവളപ്പിൽ നിറയെ ചെടികളും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളുമൊക്കെയായി ഒരു തോട്ടം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മഴയുള്ള കാലങ്ങളിൽ മുട്ടുകാട് പാടം മുഴുവൻ കോടയിൽ പൊതഞ്ഞു കിടക്കും. ഗ്യാപ്പ് റോഡിൻ്റെ താഴ്വാരമാണ്. ലോട്ടറി വിൽപ്പനക്കാരൻ്റെ കയ്യിൽ നിന്നും ലോട്ടറി എടുത്ത് രവിച്ചേട്ടനും മോളും കൂടി പാടമൊന്ന് ചുറ്റിക്കറങ്ങാൻ കൂടെ വന്നു. വേനലായതുകൊണ്ട് തന്നെ തോട്ടിൽ വെള്ളമൊന്നുമില്ല. മുട്ടുകാട് പാടശേഖരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൈത്തോട് നിർമ്മാണ ചെലവാണ് മാർബിൾ ഫലകത്തിൽ കൊത്തിവച്ചിട്ടുള്ളത്. അധിക വെയിലൊന്നുമില്ലാത്തത് കൊണ്ട് പാടവരമ്പിലൂടെയുള്ള നടത്തത്തിന് വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. രവിച്ചേട്ടൻ പാടത്തിനപ്പുറത്തുള്ള ഒരു കൊച്ചു കള്ളുഷാപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു ചെറിയ തോട് കടന്നു വേണം അപ്പുറം എത്താൻ. എന്നാ കേട്ടില്ല. പാലം കടന്ന് ഷാപ്പിലെത്തിയപ്പോൾ അതിനു ചുറ്റും ജാതിത്തോട്ടവും ഒപ്പം ഏലകൃഷിയും. രവിച്ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെയാണ് തോട്ടം. കല്ലിനൊക്കെ എന്താ വില? ലിറ്ററിന് 140 രൂപ, ഗ്ലാസ്സിന് 35 രൂപ. ഒരു ഗ്ലാസ്സിനോ 140. ഷാപ്പ് ഇരിക്കുന്നിടം നല്ല തണലാണ്. ഷാപ്പിൽ കറി വെക്കുന്നതിൻ്റെ മണം മൂക്കിൽ അടിച്ചു കയറുന്നുണ്ട്. മോൾക്ക് 10ാം ക്ലാസ് പരീക്ഷയായതുകൊണ്ട് അധിക നേരമില്ല. അടുത്ത ഇടത്തേക്ക് നടത്തം തുടർന്നു. അത് പോത്താണോ? പശുവല്ലേ? ആട്ടോ കാട്ടോ അതുണ്ടോ? ആൾതാമസമില്ലാത്ത ഓടിട്ട കൊച്ചു വീട്. ചുറ്റിലും കപ്പ കൃഷി ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ചോളവും. വേലിയിൽ പയറും പടർത്തിയിട്ടുണ്ട്. പാടം നിറയെ പോത്തുകളും പശുക്കളുമാണ്. വിശാലമായ പാടം. മഴക്കാലത്ത് ഇവിടെ വരണം. അടിപൊളി ആംബിയൻസ് ആയിരിക്കും. ആ
കാണുന്ന മല എന്ന് പറയുന്നത് ഗ്യാപ്പ് റോഡാണ്. ഞങ്ങൾ മിക്കപ്പോഴും അവിടെ പോവാറുണ്ട്. ഈ വഴിയാണ് ഞങ്ങൾ അവിടെ പോവാറ്. എനിക്ക് ചോളം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ കൊണ്ടുപോകും, ചോളം വാങ്ങിത്തരും. അതുകൊണ്ട് ഞങ്ങൾ മിക്കപ്പോഴും അവിടെ പോവാറുണ്ട്. എത്ര പോയാലും മടുപ്പ് തോന്നില്ലാത്തൊരു സ്ഥലമാണ്. ഒരു 4, 5, 6 മണിയൊക്കെ ആകുമ്പം പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ നല്ല രസമാണ്. കോടയൊക്കെ ഇറങ്ങി നല്ല ഭംഗിയായിരിക്കും, നല്ല മഞ്ഞൊക്കെ മൂടി നല്ല രസമായിരിക്കും കാണാൻ. എനിക്കൊരു ചേട്ടായും കൂടി ഉണ്ട്. ചേട്ടായി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്, മെക്കാനിക്കലാണ് എടുത്തിരിക്കുന്നത്. ചേട്ടായി ആണെങ്കിൽ കൂടുതലും ഇഷ്ടപ്പെടുന്ന ട്രാവലാണ്. ചേട്ടായിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടായുടെ ഏറ്റവും വലിയ ഒരു ഹോബി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ആണ്. ചേട്ടായിക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും എല്ലായിടത്തും തന്നെ പോവാറുണ്ട്. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും തന്നെ പോവാറുണ്ട്. എത്ര ദൂരാണെങ്കിലും ചേട്ടായിക്ക് കുഴപ്പമില്ല. ലോങ് ഡ്രൈവ് ആണ് കൂടുതലും ചേട്ടായിക്ക് ഇഷ്ടം. ഞങ്ങളങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോവാറുണ്ട്. ഞങ്ങൾ എവിടെ പോവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചേ പോവുള്ളൂ. ഒരാൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരും തന്നെ പോവില്ല. 4 പേരും വീട്ടിലിരിക്കും. വെറും കൈയോടെയല്ല ഇവിടെ നിന്നും മടങ്ങുന്നത്. സ്നേഹം നിറച്ചത് പോരാഞ്ഞിട്ട് അവരുടെ തോട്ടത്തിൽ കൃഷി ചെയ്ത ഏലക്കായും ഒരു കൊച്ചു കവറിലാക്കി തന്നിട്ടാണ് വീണ്ടും വരാമെന്ന് പറഞ്ഞ് പെരിയ കനാൽ മുട്ടുകാട് റോഡ് വഴി ഗ്യാപ്പ് റോഡിലേക്ക് കയറുന്നത്. ഗ്യാപ്പ് റോഡിൽ തിരക്ക് കുറവാണ്. കുട്ടികൾക്ക് പരീക്ഷാകാലമായതുകൊണ്ടാകും. ചിന്നക്കനാൽ വെള്ളച്ചാട്ടത്തിൽ വെള്ളത്തിൻ്റെ ഒരു ഇളക്കം പോലുമില്ല. കടുത്ത വേനൽക്കാലത്തിലും നട്ടുച്ചയ്ക്ക് ഇവിടെ 24 ഡിഗ്രിയുടെ തണുപ്പുണ്ട്.